ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീനാണ്. വീക്ക്ലി 3 ടൈംസ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അതിനകത്തൊരു ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ചെയ്യുന്നൊരു ഹെയർ കെയർ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. എൻ്റെ മുടിയിൽ അങ്ങനെ ചടയും കാര്യങ്ങളും ഒന്നും ആവാറില്ല കെട്ടി വയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതിനകത്ത് കുറച്ച് മാത്രമേ നമുക്ക് മുടിയും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ ഇപ്പോൾ കേട്ടോ. നേരത്തെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്ന സമയത്ത് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു. ഞാനിതിപ്പോൾ റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഇങ്ങനെ സൈഡ് വകച്ചിലെടുത്തിട്ട് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചീപ്പ് വെച്ചിട്ട് മൈൽഡായിട്ട് വേണം റബ്ബ് ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണുന്നത് കേട്ടോ. മെല്ലെ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകും കേട്ടോ. എൻ്റെ ഫ്രിസ്സല്ല, ഒരുമാതിരി ഒരു കേളി ഹെയർ ആണ്, ഒരു കേളി വേവി ടൈപ്പ്. അപ്പം ചീപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഫ്രിസ്സായ പോലെ ഉണ്ടാവും. അപ്പം ഞാൻ നോർമലി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യാറാണ് പതിവ്. പിന്നെ ചീപ്പ് രാത്രി മാത്രമേ ഞാൻ തല ചെയ്യുവാറുള്ളൂ. ഇത് നമ്മൾ ഫെനഗ്രീക്ക്, അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മുടെ എള്ളെണ്ണ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോസ്മേരിൻ്റെ റോസ്മേരിൻ്റെ ലീവ്സ്, ഇത്രയും ഇട്ട് തിളപ്പിച്ച എണ്ണയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ലെങ്തിലും സ്കാൽപ്പിലും ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്യും. ഇതൊരു ഡീപ്പ് ഓയിൽ ചെയ്യുന്നതിൻ്റെ ദിവസം ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഷാമ്പു ഈ റൂട്ട്സിൻ്റെ ഷാമ്പു ആണ്. പക്ഷെ നല്ല രീതിയിൽ ഹെർബൽ ഷാമ്പു ആണ്, നല്ല സ്മെല്ലാണ്. നമുക്ക് ഈ ആയുർവേദ പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 100 ml 100 രൂപയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ആഫ്റ്റർ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ്. ആ ഒരു ഫ്രിസ്നെസ്സൊക്കെ പോയിട്ട് നമ്മളുടെ ആ നാച്ചുറൽ ഹെയറിൻ്റെ ആ ഒരു ഗ്ലോസിനെസ്സും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയറിൻ്റെ ലുക്ക് വന്നിട്ടില്ലേ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവും.